അസ്സലാമു അലൈക്കും. അപ്പോൾ 15 ദിവസം മാത്രമേ നമുക്ക് സമയമുള്ളൂ അല്ലേ മോനെ? നബീസു റാഫിയോട് ചോദിച്ചു. അല്ല, അവിടെ ആരും സഹായിക്കാനൊന്നുമില്ലേ? അവരോടൊന്ന് പറഞ്ഞാൽ മോനെ എന്തെങ്കിലും പ്രയോജനം കിട്ടോ? പ്രതീക്ഷയോടെ നബീസ് വീണ്ടും ചോദിച്ചു. ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചു നോക്കാമെന്ന് അളിയന്മാർ പറഞ്ഞിട്ടുണ്ട് ഉമ്മ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അമ്മാതിരി ചെറ്റത്തരാണ് ജമാൽ കാണിച്ചത്. കഫീൽ അവൻ്റെ അക്കൗണ്ട് വരെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ടും അവന് പണം കൊടുക്കാനുള്ളവർക്ക് ചെക്ക് കൊടുത്തു. അതും അയാൾ ക്ഷമിക്കായിരുന്നു. പിന്നെ അവൻ വീണ്ടും സാധനം ഇറക്കി. അത് മറച്ചു വെച്ച് അതുകൊണ്ട് മുങ്ങാനായിരുന്നു അവൻ്റെ പരിപാടി. ഏത് നേരത്താണാവോ അവന് ഇതൊക്കെ തോന്നിയത്? വല്ലാത്തൊരു സ്വഭാവം തന്നെ. അതെ, ഒക്കെ ആ എണ്ണം കെട്ടോളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. ഓള് അങ്ങനത്തെ ആളല്ലേ? ഉമ്മ പറഞ്ഞത് കേട്ട് റാഫി ഒരു നിമിഷം നിശബ്ദനായി. ഇനി ഉമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് അയാൾക്ക് തോന്നി. പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. ഉമ്മ എന്തിനാ ഉമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇക്കാനോട് സംസാരിക്കാൻ പോയത്? ആബിദ ദേഷ്യത്തോടെ ചോദിച്ചത് കേട്ട് നബീസ് ഓളെ നോക്കി. ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഓനെ വരുത്തി വെച്ചതല്ലേ, ഓൻ തന്നെ അനുഭവിക്കട്ടെ. അല്ല, ജാസ്മിൻ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവോ? ഉമ്മയെ നോക്കി അവൾ പതിയെ ചോദിച്ചു. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. പോയിട്ട് ഇതുവരെ ഒന്നും വിളിച്ചിട്ട് കൂടിയില്ല. അവളെ കല്യാണം കഴിച്ച മുതലാണ് ഓൻ്റെ തല തിരിഞ്ഞത്. അതൊക്കെ വിടുമ്മ, ഞാൻ എന്തായാലും അവളെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ആബിദ ഫോണെടുത്ത് ജാസ്മിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഇത്തവണ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ജാസ്മിനെ, ഈ എവിടെയാണ്? ഞാൻ കുറേ വിളിച്ചു നോക്കിയല്ലോ, കിട്ടിയില്ലല്ലോ. ജാസ്മിൻ്റെ നെഞ്ചിലൂടെ ഒരു ചെറിയ വിറയിൽ കടന്നുപോയി. താൻ ഹോട്ടൽ മുറിയിലാണെന്ന കാര്യം അറിഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് എന്നായിരുന്നു അവളുടെ സംശയം. അതിത്ത, ഞാനൊരു യാത്രയിലായിരുന്നു. റേഞ്ചൊക്കെ വളരെ കുറവാണ്. അല്ല, നിന്നെ ജമാൽ വിളിച്ചിരുന്നോ? ഇന്നലെ വിളിച്ചിരുന്നു. ഇന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല. ആരെയോ കാണാൻ പോകാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി കാണുമ്പോൾ തിരിച്ചു വിളിക്കും. കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ അങ്ങനെയാണ് പറഞ്ഞത്. അല്ല ജാസ്മിനെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? എന്താ? ഒന്നും അറിയാത്തതുപോലെ ജാസ്മിൻ ചോദിച്ചു. ജമാലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ പഠിച്ചോനെ, എന്തിനെ? നെട്ടിൽ അഭിനയിച്ചുകൊണ്ട് ജാസ്മിൻ ചോദിച്ചു. ഓൻ്റെ കഫീൽ എന്തോ കേസെടുത്തു എന്നാണ് കേട്ടത്. 10 കോടി രൂപ കൊടുത്താൽ മാത്രമേ അവനെ ജയിലിൽ നിന്ന് വിടുമെന്നാണ് കേൾക്കുന്നത്. എൻ്റെ അല്ലോ, 10 കോടി രൂപയോ? അത് എവിടുന്ന് ഉണ്ടാക്കുക? നമ്മളെ വീടും പറമ്പും വിറ്റാൽ തന്നെ അതൊന്നും കിട്ടൂല. ലൗഡ് സ്പീക്കറിലൂടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നബീസുവിനെ വിറഞ്ഞു കയറി. ദേഷ്യം കൊണ്ട് അവരുടെ മുഖം ചുവന്നു. ശരി ഇത്ത, ഞാൻ പരിചയക്കാരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്താണ് സത്യം എന്നറിയാമല്ലോ. ഇക്കയുടെ കഫീലിനെ പരിചയമുള്ള 1-2 ആൾക്കാർ എനിക്കറിയാം. ഞാൻ അവർ വഴിയൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അതും പറഞ്ഞ് അവൾ ആബിദയുടെ മറുപടിക്ക് കാക്കാതെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ പോളോ ജുദേ, ഓള് പറയണ കേട്ടാ? നമ്മളെ സ്ഥലം വീടും വിൽക്കണമെന്നല്ലോ. ഓളെ കല്യാണം കഴിക്കുമ്പോൾ 10ൻ്റെ പൈസ ജമാൽ ശ്രീധനും കിട്ടിയിട്ടില്ല. അവളെ പൊന്നു വിറ്റാൽ തന്നെ കുറച്ച് പണം കിട്ടുമല്ലോ. നബീസ് പറഞ്ഞത് കേട്ട് ആബിദ ചിരിച്ചു. എൻ്റെ പൊന്നുമ്മ, നിങ്ങൾ അതും ചോദിച്ച് അങ്ങോട്ട് ചെന്നാൽ മതി. ഓളെ സ്വഭാവം ഉമ്മാക്ക് അറിയാലോ. വെറുതെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾക്കൊന്നും പോണ്ട. ജമാലിനൊന്നും സംഭവിക്കൂല. നമ്മളെ വീടും പറമ്പൊന്നും എന്തായാലും വിൽക്കണ്ട. നമ്മളെ ടൗണിൽ സ്ഥലമല്ലേ. സ്വർണത്തിന് സ്ഥലത്തിന് ഇപ്പോൾ ഓരോ ദിവസം വില കൂടി വരികയാണുമ്മ. എന്തെങ്കിലും വലിയ ആവശ്യം വരുമ്പോൾ ഒക്കെ അത് വിൽക്കാലോ. അല്ലെങ്കിൽ ടൗണിലെ സ്ഥലം വാടകയ്ക്ക് കൊടുത്താൽ തന്നെ പൈസ കിട്ടും. ഇപ്പോൾ അതിനൊക്കെ നല്ല പൈസ. പെട്രോൾ പമ്പൊക്കെ വന്നാൽ എത്രയോ, നമുക്ക് 2 ലക്ഷം തന്നെ നമുക്ക് വാടക കിട്ടും. അതിന് വാടകയ്ക്ക് കൊടുക്കാൻ ഇപ്പം സമ്മതിക്കുമോ? 25 കൊല്ലെങ്കിലും കരാർ എഴുതേണ്ടി വരും. എങ്ങനെ കരാർ എഴുതിയാലും സ്ഥലം അമ്മത് തന്നെയല്ലേ. മാസം 2 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഗൾഫിലൊക്കെ പോകുന്നത് എന്തിനാ? നബീസു പറഞ്ഞു. പണം കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ തൽക്കാലം അവരുടെ മനസ്സൊന്ന് പതറി. സ്വന്തം മകൻ സൗദിയിലെ ജയിലിൽ കിടക്കുന്ന കാര്യം മറന്നു. ഈ ഒരു കാര്യം ചെയ്യാബിദ, ഉപ്പാൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ചികിത്സക്കുള്ള പണം ഉണ്ടാക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ ഉപ്പ സമ്മതിച്ചാലോ. വിളിക്കണോ? ഈ വിളിക്കടി, വിളിച്ചു നോക്കാമല്ലേ. നബീസു അവൾക്ക് ധൈര്യം കൊടുത്തു. പലപ്പോഴും ഫോൺ വിളിച്ചാൽ കിട്ടില്ല എന്നറിയാമെങ്കിലും ആബിദ ഉപ്പയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. 3 തവണ വിളിച്ചിട്ടും കോൾ അറ്റൻഡ് ചെയ്തില്ല. എടുക്കുന്നില്ല ഉമ്മ. എടുക്കൂല. ദേഷ്യത്തോടെ നബീസ് പറഞ്ഞു. അതന്നെയാണ് അങ്ങനെ കുഴപ്പം. ഈ വീട്ടിലെ എന്തെങ്കിലും ഒരു കാര്യം അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആയ കാലത്ത് ചെങ്ങായിമാരൊപ്പം കറങ്ങി നടക്കുക എന്നല്ലാതെ 10ൻ്റെ പൈസയുടെ ഉപകാരം ആ മനുഷ്യനെ കൊണ്ട് ഈ കുടുംബത്ത് കിട്ടിയിട്ടില്ല.
ആബിദ പതിയെ പിൻവലിഞ്ഞു. കേൾക്കാൻ ആളുണ്ടെങ്കിൽ പൈപ്പ് തുറന്നത് വിട്ടതുപോലെ ഉപ്പയുടെ കുറ്റം പറയാൻ ഉമ്മ തയ്യാറാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. ജാസ്മിൻ്റെ സംസാരത്തിൽ നിന്നും അവൾക്ക് വലിയ പരിഭ്രമമൊന്നും ഉള്ളതുപോലെ ആബിദക്ക് തോന്നിയില്ല. അത് സത്യവുമായിരുന്നു. ഈ സമയം ജാസ്മിൻ ഖാലിദിൻ്റെ കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. കൂളിംഗ് ഒട്ടിച്ച ഗ്ലാസ് ആയതിനാൽ പുറത്തു നിന്നുള്ളവർക്ക് അവരെ കാണാൻ കഴിയില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. എന്താണ് ജാസ്മിൻ നീ ഹോട്ടൽ മുറി വേണ്ടെന്ന് പറഞ്ഞത്? അതാവുമ്പോൾ കുറച്ചുകൂടി സൗകര്യമായിരുന്നു. എന്തു വേണമെങ്കിലും അവിടെ കിട്ടുമല്ലോ. ഖാലിദ് പറഞ്ഞത് കേട്ട് അവൾ പുഞ്ചിരിയോടെ അയാളെ നോക്കി. നമുക്ക് ഫ്ലാറ്റ് തന്നെയാണ് നല്ലത്. ജമാലിൻ്റെ കാര്യം അറിയാലോ, അയാളിപ്പോൾ ജയിലിലാണ്. വീട്ടിൽ നിന്ന് ആരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ കൂട്ടുകാർ, സൗദിയിൽ ജോലി ചെയ്തിരുന്നവർ, അങ്ങനെ പലരും എന്നെ വിളിക്കുന്നുണ്ട്. ഹോട്ടൽ മുറിയിലാകുമ്പോൾ അതൊക്കെ പ്രശ്നമാണ്. ഫ്ലാറ്റിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കസിൻ്റെ ഫ്ലാറ്റിലാണെന്ന് പറയാലോ. ഏത് കസിൻ? വണ്ടി ഓടിക്കുന്നതിനിടയിൽ പുഞ്ചിരിയോടെ ഖാലിദ് ചോദിച്ചു. ജാസ്മിൻ പതിയെ അയാളെ കവളിലൊന്ന് തലോടി. ഈ പഞ്ചാരക്കുട്ടൻ തന്നെ. പിന്നെ അടുത്തുള്ള ഫ്ലാറ്റുകളിലേക്ക് താമസക്കാരുണ്ട് കേട്ടോ. അവരോടൊന്നും നീ ലോഹ്യത്തിന് പോരുത്. എന്താവശ്യമുണ്ടെങ്കിലും ഓർഡർ ചെയ്താൽ ഫ്ലാറ്റിലെത്തും. മനസ്സിലായല്ലോ? ജാസ്മിൻ ഒന്ന് മൂളി. ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫാമിലി ആണെന്ന് പറഞ്ഞാൽ മതി. എന്നെ അവർക്ക് അറിയില്ല. എന്നാൽ പിന്നെ നമുക്ക് വേഗം നിക്കാഹ് കഴിച്ചാലോ? എങ്കിലും പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. ജാസ്മിൻ പറഞ്ഞത് കേട്ട് അയാൾ പതിയൊന്ന് തലകുലുക്കി. അല്ല, നിനക്ക് നിക്കാഹ് കഴിക്കണമെങ്കിൽ ആദ്യം നിന്നെ ജമാൽ മൊഴി ചെല്ലണ്ടേ? പിന്നെ 1, 2, 3 മാസം കാത്തു നിൽക്കുകയും വേണം. ജയിലിലുള്ള ജമാൽ എങ്ങനെ നിന്നെ മൊഴി ചൊല്ലാനാണ്? ജാസ്മിൻ അയാളെ നോക്കി. ഖാലിദ് പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ജമാലിനെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും അവൾക്കിപ്പോൾ തോന്നിപ്പോയി. ആദ്യമേ തന്നെ ഇയാളെ കാണണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശിഷ്ടകാലം പണത്തിന് ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ജമാൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെ കഴിയേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് അയാളെ മൊഴി ചൊല്ലാലോ. ഇവളെ ഒട്ടും വിശ്വസിക്കരുത് എന്ന് ഖാലിദിൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഏത് സമയം ഇവൾ ആരെയും ചതിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. ജമാലിനെതിരെയുള്ള കേസുകൾ വളരെ സ്ട്രോങ് ആണ്. അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചു. അവൻ്റെ കഫീൽ എൻ്റെ സുഹൃത്താണല്ലോ. അയാൾക്ക് ശരിക്കും ദേഷ്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് പണിയാണ് അവൻ കാണിച്ചത്? എങ്ങനെയാണ് അവനെ വിശ്വസിച്ച് കച്ചവടത്തിൽ പാർട്ട്ണറാക്കുക? എൻ്റെ പാർട്ട്ണറാക്കാൻ എന്നുള്ള മോഹം അവൻ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അതന്നെ. ജാസ്മിൻ നിമിഷങ്ങൾ കൊണ്ട് ജമാലിനെ കൈയൊഴിഞ്ഞു. ഇനി അയാളെക്കൊണ്ട് ഒരു കാര്യമില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഖാലിദ് പൊന്മുട്ടയിടുന്ന താറാവാണ്. അല്പസമയം മുമ്പ് അയാൾ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നിടയിൽ ബാത്റൂമിൽ പോയി. ആ സമയം കൊണ്ട് ജാസ്മിൻ അയാളുടെ ലാപ്ടോപ്പ് എല്ലാം പരിശോധിച്ചിരുന്നു. മെയിലുകൾ ചെക്ക് ചെയ്തതിൽ നിന്നും അവൾക്ക് മനസ്സിലായി ഓരോ ദിവസവും അയാളുടെ സമ്പാദ്യം ലക്ഷങ്ങൾ വരുമെന്നതാണ്. ഇയാളെ പിടികൂടിയാൽ പിന്നെ തനിക്ക് മറ്റൊന്നും നോക്കേണ്ടി വരില്ല. അല്ലെങ്കിലും ജമാലിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാൻ നിൽക്കായിരുന്നു. നിങ്ങളെ കണ്ടാലും കണ്ടില്ലെങ്കിലും അയാളെ ഉപേക്ഷിക്കണമെന്നത് തന്നെയാണ് എൻ്റെ തീരുമാനം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം തീരുമാനമാണ് അയാളെ കല്യാണം കഴിക്കാമെന്നത്. കല്യാണം കഴിക്കുക എന്നത് മാത്രമല്ല, അയാളെ കണ്ടുമുട്ടിയത് തന്നെ എൻ്റെ ജീവിതത്തിലെ മോശം സംഭവമാണ്. ഖാലിദ് ജാസ്മിൻ്റെ സംസാരം കേട്ട് അറിയാതെ മനസ്സിൽ ചിരിച്ചുപോയി. നിന്നെ കണ്ടതാണ് എൻ്റെ ഈ മോശം സമയം എന്നായിരുന്നു ആ സമയത്ത് അയാളുടെ മനസ്സിലെ ചിന്ത. സത്യത്തിൽ അയാൾ അവളെ വിവാഹം കഴിക്കണം എന്ന് പോലും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവളുടെ സ്വഭാവം മനസ്സിലായപ്പോൾ പണത്തിന് വേണ്ടി എന്തോ ചെയ്യാൻ അവൾ തയ്യാറാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇവളെ സൂക്ഷിക്കണമെന്ന് അയാളുടെ മനസ്സ് നിരന്തരം അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇലക്കം മുളിഞ്ഞ് കേടില്ലാതെ രക്ഷപ്പെട്ടു പോകണമെന്നായിരുന്നു അയാളുടെ മനസ്സിൽ. ആ ജയിലിൽ ജമാലിന് വല്ലാത്തൊരു യാത്രയായിരുന്നു. ജമാലിനെ സംബന്ധിച്ച് ആ കുടിസുമുറിയിലെ ഉറക്കം ഒട്ടും സുഖകരമായിരുന്നില്ല. നല്ല ചൂടായിരുന്നു മുറിയിൽ. എന്നാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണമുണ്ടായിരുന്നു. കുറച്ച് വെള്ളവും കുറച്ചെന്തോ ഭക്ഷണവും മാത്രമായിരുന്നു. എന്നാൽ ബാത്റൂം സൗകര്യമായിരുന്നു അതിലേറെ പ്രശ്നം. തീരെ വൃത്തിയില്ലാത്ത വളരെ ഒരു ചെറിയ ബാത്റൂം. ജമാലിന് ആ ബാത്റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ ഓക്കാനം വന്നു. എന്നാൽ നിവർത്തിയില്ലാതെ ആയപ്പോൾ അയാൾക്ക് അകത്ത് കയറി കാര്യം സാധിക്കേണ്ടി വന്നു. ആ പോലീസ് സ്റ്റേഷനിൽ ജമാലല്ലാതെ മറ്റൊരു പ്രതിയും ഉണ്ടായിരുന്നില്ല. ഡേ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരിൽ 1-2 പേരെ ജമാലിന് പരിചയമുണ്ടായിരുന്നു. അവർ പലപ്പോഴും സാധനം വാങ്ങിക്കാൻ അയാൾ നടത്തുന്ന കടയിൽ വന്നിട്ടുണ്ട്. അതിൽ 2 പേർ ജമാലിനോട് പരിചയഭയം കാണിക്കുകയും ചെയ്തു. എന്നാൽ മൂന്നാമത്തെയാൾ അല്പം കർശനക്കാരനായിരുന്നു. അയാൾ പലപ്പോഴും ജമാലിനോട് കയർത്ത് സംസാരിച്ചു. നിവൃത്തിയില്ലാതെ ജമാൽ അതെല്ലാം സഹിച്ചു. എന്നാൽ രാത്രി എല്ലാം സ്ഥിതി മാറി.
രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നല്ല പരുക്കൻ സ്വഭാവക്കാരായിരുന്നു. അതിൽ ഒരാൾ ആദ്യം തന്നെ ജമാലിൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ സലാം പറഞ്ഞപ്പോൾ ജമാൽ പരിഭ്രമത്തോടെ സലാം മടക്കി. എന്താടാ, നിനക്കൊക്കെ എന്തിൻ്റെ കേടായിരുന്നു? നീ നിൻ്റെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത് ജോലി ചെയ്യാനാണല്ലോ. നിങ്ങൾ ജോലി ചെയ്ത പണം ഉണ്ടാക്കുന്നതിനോടോ അത് മുഴുവൻ നിങ്ങളെ നാട്ടിലേക്ക് അയക്കുന്നതിനോടോ ഞങ്ങൾക്ക് ആർക്കൊരു വിരോധവുമില്ല. പക്ഷെ പറ്റിപ്പും വെട്ടിപ്പും നടക്കുന്നത് ഞങ്ങൾ സഹിക്കില്ല. നിന്നെ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ അയാൾ നിന്നെ എല്ലാം ഏൽപ്പിച്ചത്. എന്നിട്ട് നീ എന്തൊരു ചതിയാണ് അയാളോട് ചെയ്തത്? അയാൾ ജമാലിനോട് അറബിയിൽ പറഞ്ഞു. ജമാൽ ദയനീയമായി അയാളെ നോക്കി. അയാൾ ലോക്കപ്പിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അബ്ദുള്ള, അയാളെ ഉപദ്രവിക്കരുത്. നമ്മുടെ ലോക്കപ്പുകളിൽ പ്രതികളെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കരുതെന്ന് നിയമമുണ്ട്. അയാളെ വെറുതെ വിട്ടേക്ക്. ജമാൽ ഒന്നും പറയാതെ പേടിയോടെ അബ്ദുള്ളയെ നോക്കി. അബ്ദുള്ള പതിയെ ജമാലിൻ്റെ തോളിൽ കൈവച്ചു. അപ്പോഴേക്കും ജമാൽ വിറച്ചു തുടങ്ങിയിരുന്നു. എടാ, ഇന്നത്തെ ദിവസം മാത്രമേ നീ ഇവിടെ ഉണ്ടാവൂ. നാളെ നിന്നെ വിചാരണക്കായി കൊണ്ടുപോകും. ഒരു ദിവസം മാത്രം നിർത്താനേ ഞങ്ങൾക്ക് അനുമതിയുള്ളൂ. ജമാലിൻ്റെ കൈ പിടിച്ച് ഞെരുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഒരിക്കപോലുള്ള കൈകൾ മുറിയപ്പോൾ ജമാൽ പേടിയും വേദനയും കൊണ്ട് ഉറക്കെ അലറി. അയാളെ ഒന്നും ചെയ്യല്ലേ അബ്ദുള്ള. നാളെ കോടതി കയറിയിറങ്ങാൻ വയ്യ. എന്നാൽ നിനക്ക് ഞാനൊരു പണി തരാം. ഈ റൂമിലെ ബാത്റൂം നീ വൃത്തിയാക്ക്. ജമാൽ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ആ ബാത്റൂം വൃത്തിയാക്കി. ഇതുവരെ ജമാൽ അതൊന്നും ചെയ്യാത്തതായിരുന്നു. ബാത്റൂം കഴുകി തീർന്നപ്പോഴേക്കും 1 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ ജമാൽ വൃത്തിയായിരുന്നു കുളിച്ചു. പിന്നീടാണ് അയാൾ പുറത്തേക്കിറങ്ങിയത്. പുറത്തേക്കിറങ്ങിയിട്ടും അയാൾക്ക് ബാത്റൂമിലെ ദുർഗന്ധം തൻ്റെ പിന്തുടരുന്നത് പോലെ തോന്നി. അയാൾ കൈകൾ മണത്തു നോക്കി. 1/2 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ഒരു തോന്നൽ മാത്രമാണെന്ന് അയാൾക്ക് മനസ്സിലായത്. അല്പം കഴിഞ്ഞപ്പോൾ അബ്ദുള്ള വീണ്ടും വന്നു. കഴുകി തീർന്നോ? അയാളുടെ ചോദ്യം കേട്ടപ്പോൾ ജമാൽ പേടിയോടെ തലയാട്ടി. നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ടോ? ജമാൽ അതിലും തലയാട്ടി. അബ്ദുള്ള ഒന്ന് മൂളി. പിന്നെ ഒന്ന് പരിശോധിക്കാനായി ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു നോക്കി. നേരത്തെ കണ്ടതിൽ നിന്നും എത്രയോ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ജമാലിന് ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും കരച്ചിൽ വന്നിരുന്നു. അപ്പോഴാണ് അവന് സാബിയെ ഓർമ്മ വന്നത്. വീടിൻ്റെ പുറത്തുള്ള ബാത്റൂം സാബിയെ കൊണ്ട് ഉമ്മ വൃത്തിയാക്കിയതാണ് അയാൾക്ക് ഓർമ്മ വന്നത്. ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ബാത്റൂം ഒരുപാട് സമയമെടുത്താണ് അവൾ വൃത്തിയാക്കിയെടുത്തത്. അതിനുശേഷം താനും ഉമ്മയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവളെ കളിയാക്കിയിരുന്നു. അന്ന് താനും ഉമ്മയും ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞാണ് അവളെ കളിയാക്കിയത്. അന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് രാത്രി അവൾ തൻ്റെ മുന്നിൽ വെച്ച് കരയുകയും ചെയ്തു. അതിനൊക്കെയുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടുന്നത് എന്ന് ജമാലിന് ശരിക്കും മനസ്സിലായി. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല പണി. ജമാലിനുള്ള ശരിക്കുള്ള പണി വരാനിരിക്കുന്നതേയുള്ളൂ. പുലർച്ചെ 4:30 മണിക്ക് തന്നെ ഹാജിയാർ ഉണർന്നു. പുലർച്ചെ 5 മണിക്ക് അയാളുടെ ചികിത്സ ആരംഭിക്കും. അതിനു മുമ്പ് പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. വൈകുന്നേരം 6 മണിക്കാണ് രാത്രി ഭക്ഷണം കഴിക്കുക. വളരെ ലളിതമായ ഭക്ഷണമായിരിക്കും അത്. അത് കഴിഞ്ഞ് കൃത്യം 8 മണിയോടെ ലേറ്റ് അണങ്ങും. പിന്നെ ഉറങ്ങേണ്ട സമയമാണ്. അവിടെ താമസിച്ച് ചികിത്സ തേടുന്നവർ രാത്രി 8 മണിക്കൂർ ഉറങ്ങണമെന്നത് നിർബന്ധമാണ്. ഹാജിയാരുടെ സഹായി അപ്പോഴേക്കും എഴുന്നേറ്റ് വന്നു. അയാളാണ് ഹാജിയാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പല്ല് തേക്കാനും മുഖം കഴുകാനും കുളിക്കാനും ബാക്കിയുള്ള എന്ത് കാര്യത്തിന് വേണമെങ്കിലും അയാളാണ് കൂടെ ഉണ്ടാവുക. അയാൾ പുഞ്ചിരിയോടെ ഹാജിയാരെ നോക്കി. എങ്ങനെയുണ്ട് ഇക്ക? ഇന്നലത്തെ ഉച്ചയിൽ നല്ല പ്രയോജനമുണ്ടോ? ഹാജിയാർ സന്തോഷത്തോടെ തലയാട്ടി. നല്ല മാറ്റമുണ്ട് മോനെ. എനിക്ക് ഉടനെ തന്നെ ഒരു ഉപകരണത്തിൻ്റെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും. പക്ഷെ ഉടനെ നടക്കില്ല. വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. തിരിച്ചു പോകുന്നതിന് മുമ്പേ ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും. അയാൾ ഹാജിയാരെ കൈ പിടിച്ച് എഴുന്നേറ്റു. ഹാജിയാർ വാക്കറിൻ്റെ സഹായത്തോടെ ബാത്റൂമിലേക്ക് നടന്നു. കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ബാത്റൂം ആയതിനാൽ അതിൻ്റെ വാതിലിന് നല്ല വീതിയുണ്ടായിരുന്നു. വർഷങ്ങൾ ഒരേപോലെ ബെഡിൽ കിടന്നതിനാൽ ഉണ്ടായ അസ്വസ്ഥതകൾ പതിയെ ഹാജിയാരിൽ നിന്നും മാറാൻ തുടങ്ങിയിരുന്നു. അയാൾ ഹാജിയാരുടെ കാലുകൾ പരിശോധിച്ചു. രക്തയോട്ടം പൂർണ്ണമായും ശരിയായിട്ടില്ലെങ്കിലും പ്രതീക്ഷയുണ്ട്. ഇനിയും ചികിത്സകൾ ബാക്കിയുണ്ടല്ലോ. പിന്നെ താങ്കൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇനി ടെൻഷനൊന്നും എടുക്കാതിരുന്നാൽ മതി. എന്ത് ടെൻഷൻ മോനെ? എനിക്കൊരു ടെൻഷനുമില്ല. ഹാജിയാർ മനസ്സ് തുറന്ന് ചിരിച്ചു. എനിക്കിനി എന്താണ് ടെൻഷൻ? ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് പോയ സമയമായിരുന്നു എനിക്ക് ടെൻഷന്. എൻ്റെ ഭാര്യയും മക്കളും എന്നോട് ചെയ്തത് നല്ല ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എല്ലാം അവരെ വിധിയെന്ന് കരുതുക മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്.
പിന്നെ ഹാജിയാർക്ക് കുടിക്കാൻ അയാൾ ചെറു ചൂടുവെള്ളവും മരുന്നും കൊണ്ടുകൊടുത്തു. ആദ്യമൊക്കെ അതിരാവിലെ മരുന്ന് കുടിക്കുമ്പോൾ പ്രയാസമായിരുന്നു. പിന്നെ അത് ശീലമായി പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇക്ക, നിങ്ങൾക്കിനി മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് നേരം ഉപയോഗിക്കാം. അപ്പോഴേക്കും ആബിദ ഉപ്പയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ആബിദ ആണെന്ന് കണ്ടതും വലിയ താല്പര്യമൊന്നും കൂടാതെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ആബിദ സലാം പറഞ്ഞു. ഹാജിയാർ സലാം മടക്കി. ഉപ്പ, നിങ്ങൾ ജമാലിൻ്റെ കാര്യമൊക്കെ ഉപ്പ അറിഞ്ഞു കാണല്ലോ. കാര്യം വലിയ ഗൗരവമാണ്. ഇനി 14 ദിവസം കൂടിയുണ്ട്. അതിനുള്ളിൽ 10 കോടി രൂപ കഫീലിന് കൊടുത്താൽ ജമാലിനെ റിലീസ് ചെയ്യുമെന്നാണ് കേട്ടത്. എന്താണ് ഉപ്പാൻ്റെ തീരുമാനം? എന്ത് തീരുമാനം മോളെ? ഹാജിയാർ പതിയെ ചോദിച്ചു. ഇവിടെ രാവിലെ തന്നെ അമ്മമാരെല്ലാം വന്നിട്ടുണ്ട്. ഉമ്മ നെഞ്ചത്തടുത്ത് നിലവിളിക്കുക. അവരെല്ലാവരും ഉപ്പാൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല മോളെ. രാവിലെ കുറച്ച് സമയം, വൈകുന്നേരം കുറച്ച് സമയമാണ് ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദം. അത് കഴിഞ്ഞാൽ അവർ ഫോണ് വാങ്ങിവെക്കും. അതാണ് എനിക്ക് എടുക്കാൻ പറ്റാത്തത്. ആയിക്കോട്ടെ ഉപ്പ, നമുക്ക് ടൗണിലെ സ്ഥലം വിറ്റ് പൈസ കൊടുക്കുക എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഏത് സ്ഥലം? പെട്ടെന്നായിരുന്നു ആജിയാരുടെ ചോദ്യം. ആബിദക്ക് ഒന്നും മനസ്സിലായില്ല. നമ്മുടെ സ്ഥലമല്ല മോളെ അതൊക്കെ എൻ്റെ സ്ഥലമാണ്. നമ്മുടെ എന്ന് പറഞ്ഞുകൂടാ. ഞാൻ അധ്വാനിച്ച് പണം കൊടുത്ത് വാങ്ങിക്കൂട്ടിയ സ്ഥലം. അത് എന്താവശ്യത്തിന് വിൽക്കണമെന്നും ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ള കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. തൽക്കാലം 10 കോടി രൂപ കൊടുത്ത് ജമാലിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. അവനവിടെ കിടന്നോട്ടെ, അതാ നല്ലത്. എല്ലാം ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരുന്ന നബീസിന് കലി കയറി. അവർ ഒരു പരുന്തിനെ പോലെ ആബിദയുടെ കയ്യിൽ നിന്ന് ഫോൺ റാഞ്ചി. പിന്നെ എന്തിനാണ് തന്തേ ഈ വയസ്സുകാലത്ത് നിങ്ങൾ സ്ഥലവും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? നിങ്ങളെ വയനാട്ടിലെ പഴയ ബീവിക്ക് കൊടുക്കാനോ? പരിഹാസവും ധിക്കാരവും കലർന്ന ചോദ്യം കേട്ട് ഹാജിയാർക്ക് ചിരി വന്നു. എൻ്റെ സ്വത്തുക്കളെ ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട. ജമാലിന് കയ്യബദ്ധം പറ്റിയതൊന്നുമല്ലല്ലോ. എൻ്റെയൊക്കെ ഉപദേശം കൊണ്ടാണ് അവൻ ഇങ്ങനെയായത്. ഞാൻ അവനെ ഒരാളെ 1 രൂപ പോലും മോഷ്ടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. കിട്ടിയ പിഴഞ്ഞ മൊഴി ചെല്ലാനും ഞാൻ പറഞ്ഞിട്ടില്ല. അവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് നീയാണ്. നബീസുവിന് ദേഷ്യം കാരണം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവർ നിന്ന് വിറച്ചു കൊണ്ടിരുന്നു. ജമാൽ ഉണ്ടാക്കിയ ബാധ്യതകളെ അവൻ തന്നെ തീർക്കട്ടെ. കുറേ കാലം ഗൾഫിൽ കിടന്ന് ഒത്തിരി പണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കുടുംബത്തിന് വേണ്ടി ഇന്നേ വരെ അവൻ 1 രൂപ പോലും ചിലവാക്കിയത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കയ്യിലുള്ള പണം കൂടി അവനും നീയും കൂടി പിടിച്ചു വാങ്ങിയിട്ടേ ഉള്ളൂ. തൽക്കാലം എന്നെ അവൻ്റെ കാര്യത്തിൽ നോക്കണ്ട. 1 രൂപ പോലും ആ കാര്യത്തിൽ ഞാൻ വേണ്ടി ചിലവാക്കില്ല. അവൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലായി ഞാനറിയാതെ പല ഇടപാടുകളും ഉള്ളതായി എനിക്കറിയാം. അതൊക്കെ വിറ്റ് അവൻ്റെ കടം തീർക്കാൻ നോക്ക്. നിങ്ങൾ ഒരു കാലത്ത് നന്നാൻ പോകുന്നില്ല തന്തേ. നബീസു ശാപവാക്കുകൾ ചെരിഞ്ഞു. അതൊക്കെ നബീസോ പഠിച്ചോ നോക്കിക്കോളും. അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം ആ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്? ഒരു പട്ടീൻ്റെ വില പോലും നീയും എൻ്റെ മക്കളും എനിക്ക് തന്നിട്ടില്ല. അതൊന്നും ഞാൻ മറന്നിട്ടില്ല നബീസോ. എനിക്കുള്ള ഏക ആശ്വാസം എൻ്റെ സാബി മാത്രമായിരുന്നു. അവളെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാമോ അങ്ങനെയൊക്കെ നിങ്ങളെല്ലാവരും കൂടി ഉപദ്രവിച്ചിട്ടുണ്ട്. അവളെ കണ്ണീരിന് പടച്ചോൻ കൊടുത്ത ശിക്ഷയാണെന്ന് കരുതിയാൽ മാത്രം മതി നിങ്ങളൊക്കെ. അവളെ കണ്ണീര് കൊടുപ്പിച്ച ഓരോരുത്തരും അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ഹാജിയാർ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഹാജിയാർക്ക് എന്തെന്നില്ലാത്ത സമാധാനം തോന്നി. താൻ ഈ പറയുന്നതെല്ലാം നബീസുവിൻ്റെ ആങ്ങളമാരും കേൾക്കുന്നുണ്ടെന്ന് ഹാജിയാർക്ക് അറിയാമായിരുന്നു. അവരുടെ അതേ സ്വഭാവ ഗുണം തന്നെയാണ് ആങ്ങളമാർക്കും. തൻ്റെ ജീവിതത്തിൽ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ് നബീസുവിനെ കല്യാണം കഴിച്ചത് തന്നെയാണെന്ന് അയാൾ ഓർത്തു. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടല്ലോ, അലമാരിയിലും പെട്ടിയിലും. എല്ലാം എനിക്ക് എൻ്റെ വീട്ടുകാർ തന്നതും എൻ്റെ ഓഹരി കിട്ടിയപ്പോൾ വിറ്റ് ഈ സ്വർണ്ണമാക്കി വെച്ചതും എല്ലാം കൂട്ടിയാൽ ഒരു സംഖ്യക്കുള്ള സ്വർണ്ണം ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയാണല്ലോ, നല്ല സമയമാണ്. അത് വിറ്റാൽ തന്നെ കുറേ പണം കിട്ടും. വേണമെങ്കിൽ നമ്മുടെ വീട് കൂടി വിറ്റോ. എന്നാൽ ജമാലിനെ ഇറക്കാലോ. വീട് വിറ്റിട്ട് ഞാൻ എങ്ങോട്ട് പോകും? നബീസുവിൻ്റെ ചോദ്യം കേട്ട് അയാൾ പറഞ്ഞു. നിനക്ക് വേറെയും മക്കളുണ്ടല്ലോ, അവർ വീട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ നിനക്ക് വാടക വീടെടുത്ത് മാറാം. അതല്ലെങ്കിൽ എനിക്ക് എല്ലാ വൃത്തികേടിനും സപ്പോർട്ട് ചെയ്യുന്ന 3 ആങ്ങളാരും ഉണ്ടല്ലോ, അവരെ കൂടെ പോകാലോ. ജമാലിന് ഓഹരിയായി കൊടുക്കാൻ വെച്ചതാണല്ലോ ആ വീടും സ്ഥലവും. അത് അവനെന്നെ കൊടുത്തേക്കാം. അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ആ വീട് വിറ്റോ. നല്ല കണ്ണായ സ്ഥലമല്ലേ. 10 കോടി രൂപ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം വില കിട്ടും. ബാക്കി എൻ്റെ സ്വർണവും വിറ്റോ. വീട് വിൽക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ടൗണിലെ സ്ഥലം വിൽക്കാം. അതിന് മറുത്തൊന്നും പറയണ്ട. നബീസുവിൻ്റെ വാക്കുകൾ അയാൾക്ക് ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും നബീസുവിൻ്റെ മൂത്ത ആങ്ങള ഫോൺ വാങ്ങി. അളിയാ, നിങ്ങളെ വാശിക്കും വൈരാഗ്യത്തിനും നിൽക്കാനുള്ള സമയമല്ലപ്പോൾ. വയസ്സുകാലത്ത് ഈ ഭൂമി കെട്ടിപ്പിടിച്ചിട്ട് എന്തിനാ? അത് വിറ്റ് കളഞ്ഞ് ജമാലിനെ പുറത്തേക്കാൻ ഇറത്തരാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ ഖേദിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട.
അങ്ങനെ പറഞ്ഞാലൊന്നും അയാൾ കേൾക്കില്ല കാക്ക. നമുക്ക് എല്ലാവർക്കും കൂടി വയനാട്ടിലേക്ക് പോവാം, എന്നിട്ടൊരു തീരുമാനമെടുപ്പിക്കാം. നബീസ് പറയുന്നത് ഹാജിയാർ കേട്ടു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.